ഫ്ലവേഴ്സിന്റെ തിരുമുറ്റത്ത് തിരുവോണ താര തമ്പുരാനായി മോഹൻലാൽ. തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഫ്ലവേഴ്സിൽ. ഹലോ, എന്താണ് ഭയങ്കര ആലോചനയിലാണല്ലോ? കുറച്ചു നേരത്തെ വന്ന് നോക്കിയപ്പോഴും ഒരു അനക്കവും ഇല്ല. പലതും ആലോചിച്ചോണ്ടിരിക്കുന്നു. തമെല്ലാം കഴിച്ചായിരുന്നു? ഞാൻ ഇപ്പം കഴിച്ചോളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ വളരെ ലേറ്റ് ആയിട്ടാണ്, അത്ര നല്ലതല്ല. സത്യം പറയട്ടല്ല, ഇവിടെ എണീറ്റ പിന്നെ സമയം പോണതേ അറിയില്ലെന്നേ. രാവിലെ എണീറ്റ് എല്ലാവരുമായിട്ട് സംസാരിച്ച് വിശപ്പൊന്നും ചില സമയം തോന്നൂല. എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ? ഒന്നുമില്ല. കുട്ടാമോ, നമുക്കിന്ന് വൈകിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയാലേ? അയ്യോ, ഇന്നാടാ? ഞാൻ അച്ഛനോട്ടൊക്കെ സംസാരിച്ചു, അച്ഛൻ ഓക്കെ പറഞ്ഞു. ഞാനില്ല, നിങ്ങളെല്ലാരും കൂടെ പോയിട്ട്. അല്ല മക്കളെ, രാത്രിയിലത്തല്ലേ? രാത്രിയില്ല, സമയം ഉണ്ടല്ലോ, ആലോചിക്കാം. മാമ ഇപ്പഴാ പ്ലാൻ ചെയ്തല്ലേ രാത്രിയൊക്കെ പോകാൻ പറ്റൂ. എടാ ശ്രീ, അത്ര നല്ല മൂഡിലല്ലെന്നേ. പിന്നെ സംസാരിക്കാം നമുക്ക്. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു കേട്ടാ, മാമന്റെ മുഖത്തൊരു വല്ലായ്മ. എന്ത്? ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ലേ? എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറയുന്നു. ക്യാൻസൽ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പോയിട്ട് വാ. താൻ കൂടെ ചെല്ല്. അത് വേണ്ട, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ചെല്ലിപ്പോ. അത് കുഴപ്പമില്ല. അപ്പൊ ശരി, നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. പ്രശ്നം കഴിഞ്ഞല്ലേ, നമുക്ക് വേറെ ദിവസത്തിന് മാറ്റി വെക്കാം. എന്തായാലും മാമൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ വരാൻ പോണില്ല. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എന്നാ ഞാൻ കിച്ചണിലോട്ട് പോട്ടെ, ചേച്ചി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. പോണേ. പിന്നെ ഒരു നിന്ന് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടാ. അച്ഛാ, ഇപ്പോഴും കുട്ടുമാമൻ വെളിയിൽ തന്നെ ഇരിക്കുക ഊഞ്ഞാലില്. അവിടെ ഇരിക്കട്ടെ, മനുഷ്യന് മനസാമാനം കിട്ടുമല്ലേ. അല്ല, വിഷമിച്ചിരിക്കുക. വിഷമോ? എന്ത് വിഷമോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. കേശുവിനോട് ചോദിക്കും, ഞാൻ പോവാം. നിന്റെ കുട്ടുവാമ വിഷമിച്ച് കരഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു പറഞ്ഞു. കരഞ്ഞെന്നാ? വിഷമിച്ചിരിക്കന്നെ. അച്ഛനടുത്ത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കാര്യം അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. ഗൗരിയമ്മയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഈ വന്ന പറഞ്ഞ കാര്യം ആരടുത്തും പറയല്ലേ. അത് അല്ല, മാമൻ പ്രത്യേകം പറഞ്ഞത് ആരടുത്തും പറയരുതെന്ന്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്തിനാണ് എൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറ. പറയാൻ പറ്റാത്ത കാര്യം എങ്ങനെയാളിയാ പറയണത്? പറയാൻ പറ്റുന്ന കാര്യം പറ. എന്താണ് വിഷമം? എന്താണ്? ഒന്നുമില്ല, എൻ്റെ അടുത്ത് പറ. ഒന്നുമില്ല അളിയാ. അല്ല, എൻ്റെ ജോലി നടക്കട്ടെ. ചെറുക്കൻ്റെ വാടിയല്ലേ. ശ്രീ, എന്താ ആലോചിക്കണത്? ഒന്നുമില്ല, എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുക. എന്താന്ന് പറ. അതെന്തൊക്കെയോ ആവാം. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അനുനിമിഷം ഓരോന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയല്ലേ. അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? എന്നാ ശരി, ഞാൻ കൂടുതൽ നിർബന്ധിക്കണമൊന്നുമില്ല. ശ്രീയുടെ ചിന്ത എന്തെന്നോ വിഷമം എന്തെന്നോ ഒന്നും ഞാൻ ചോദിക്കണില്ല. എന്തേ, ഞാൻ സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഇവിടെ ഇരുന്നാൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കും. ശ്രീ, എന്തുവാനെ? ഒന്നുമില്ല ചേച്ചി, കുറച്ച് ഇങ്ങനെ കണ്ണുറന്ന് കിടക്കായിരുന്നു. അപ്പം എന്തോ ആലോചിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് പൊടി എന്താണ് വേണമെന്ന്. പൊടിയൊന്നും വീണൊന്നുമില്ല, നീ കരയാ. എനിക്കെന്താ കണ്ടറിഞ്ഞൂടെ? സത്യമായിട്ടൊന്നുമില്ല. നിന്റെ ചിരി പോലും ഉണ്ടല്ലോ കരച്ചില്. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തുറന്നു പറ, എന്നാലല്ലേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒന്നുമില്ല ചേച്ചി, പ്രത്യേകിച്ചൊന്നുമില്ല. നിനക്ക് അടുക്കള ജോലിയല്ലേ, പോയി ചെയ്യ്. ചെല്ല്.
പണ്ടൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും എന്നോട് തുറന്നു പറയുമായിരുന്നു. ഇപ്പൊ പിന്നെ ഒന്നും പറയാനൊന്നും പറ്റാറില്ലല്ലോ. അത്ര അങ്ങോട്ട് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കുഴപ്പമില്ല, ഞാൻ അടുക്കളയ്ക്ക് പോയിക്കോളാം. ഞാൻ ഇരിക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. എന്ത് മോനെ പറ. ശ്രീകുട്ടാ, ശ്രീകുട്ടാ, ശ്രീ ശ്രീ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് പറ. ചേച്ചി, നീ ചേച്ചി എന്ന് പറഞ്ഞ എനിക്ക് ജീവനാണ്, അറിയാലോ. അതിനാണോ കരയണത്? നീലു, അവനെ വെറുതെ വിട്. അവൻ വിഷമിക്കട്ടെ. വിഷമിച്ച് 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 എപ്പോഴെങ്കിലും അവ അതീത് കരകയറും. അപ്പം നമുക്ക് അവനോട് സംസാരിക്കാം. ഇപ്പോ പാടി പോങ്ങോട്ട്. മക്കളെ, മോനെ ശ്രീകുട്ടാ, എന്തളിയാ നീ ആരെയാണ് എല്ലാം മറയ്ക്കാൻ ശ്രമിക്കുന്നത്? നിന്റെ മനസ്സിന് എന്തോ അലട്ടണുണ്ട് മോനെ. നീ പശ്ചാത്തപിക്കരുത്. നീ പറഞ്ഞല്ലോ ഗൾഫിലുള്ള നിന്റെ അറബി നിനക്ക് അച്ഛനെ പോലെയാണെന്ന്. ആ അച്ഛൻ്റെ അടുത്ത് വല്ല വിശ്വാസവഞ്ചന കാണിച്ചിട്ട് ഇങ്ങോട്ട് മുങ്ങിയതാണോ? ആ വിശ്വാസവഞ്ചന കാണിച്ചതിൻ്റെ വിഷമമാണോ നിനക്കുള്ളത്? അല്ല. അപ്പം അതുമല്ല. പിന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം മൂലം കൊടുത്തിട്ട് ഗൗരിയെ കെട്ടേണ്ട അവസ്ഥ വന്നോ? അതിൻ്റെ പശ്ചാത്താപ വിഷമാണോ? അതുമല്ല. പശ്ചാത്താപത്തു നിന്നുള്ള വേദനയും വിഷമവും ഒരിക്കലും വിട്ടൊഴിയിലൂടെ കരയാതെ. അല്ലേ, ഞാനേ ഒന്നാമതെ വിഷമിച്ചിരിക്കുകയാണ്. അല്ലെ എന്നെ ദേഷ്യം കൂടെ പിടിപ്പിക്കല്ലേ. സോറി അളിയാ, മനുഷ്യന്റെ മനസ്സും അവസ്ഥയൊക്കെ അനന്ത സാധ്യതയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛാ, എന്ത് കൂട്ടാമോ? എന്താ? അല്ല, മാമന്റെ വിഷമം. എന്ത് മാമന്റെ വിഷമം നിനക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. പക്ഷെ മാമ ഇവിടെ വിഷമിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഉരുകി തീരും വെച്ചാ. ഉരുകി തീരണമെങ്കിൽ അതിന്റെ ചാരം എടുത്ത് ഞാൻ പാറമട കൊണ്ട് കളയാം. കേട്ടാ, പോട് പോടാ. ശ്രീകുട്ടാ, എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറ. നിനക്ക് എന്നെ മാത്രമേ 100% വിശ്വസിക്കാൻ പറ്റൂ. പറ പറയണ അളിയാ, ചില കാര്യങ്ങളെ അത് ചെറുതായാലും വലുതായാലും ചിലപ്പോഴും എല്ലായിടത്തും അങ്ങ് പറയാൻ പറ്റൂല അളിയാ. ഇത്രയും നേരം ഞാൻ വായിക്കൊള്ളാത്ത വാക്കുകളോട് ഡയലോഗ് അടിച്ചും തരണി. അതിൻ്റെ അവസാനത്ത് ഇങ്ങനത്തെ വർത്താനം കേൾക്കാനാ. ഞാൻ തോണ്ടി എടുക്കൂടാ നിന്റെ മനസ്സിൽ എന്താണെന്ന് വായിക്കാം. എന്തൊരു പരിപാടി മാമ, ഇവിടെ നിൽക്കണ മാമ. എന്നാൽ എന്തൊരു പരിപാടി മാമ കാണിച്ചേ? ഒരു വാക്കുപോലും പറയാൻ ഇങ്ങോട്ട് ഓടി വന്ന് പോട്ട് വന്നതോ വന്ന് ഫോണോട് എടുത്തിട്ട് ഒന്നുകൂടെ വരുന്നോ? ഫോൺ എടുത്താൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കൂലേ, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതെ വന്നത്. നീ എവിടെയും നുഴഞ്ഞേറി വരുമല്ലടാ. അത് തന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ആര് കളഞ്ഞു പോയാലും തിരിച്ച് പറക്കിക്കൊണ്ട് ചെല്ലേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അച്ഛൻ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ആര് വിഷമിച്ചാലും നേരെ പോണത് പാറമ്പഴയുടെ സൈഡിലോട്ടാണ്. അച്ഛാ, കുട്ടുവാനെ കിട്ടി നമ്മുടെ പാറമ്പഴയുടെ ഷെഡിൻ്റെ അവിടെ. ഓ അച്ഛൻ കൊണ്ടുവാ. ശരി അച്ഛാ, അവിടെ അടുത്ത് പറ സങ്കടപ്പെടണ്ടെന്ന്, വിഷമിക്കണ്ടെന്ന് പറ. നല്ല ആളെയാണ് വിളിച്ച് പറഞ്ഞേ. ഇനി അവർക്കൊക്കെ സമാധാനം കിട്ടും, എൻ്റെ സമാധാനം പോവും. എന്തിനു മാമ വിളിച്ചു പറയാൻ പോയത്? മാമ എന്തിനു മാമ ഇങ്ങനെ? മാമ സമാധാനപ്പെടും ഫസ്റ്റ്. എല്ലാം കള കിട്ടുമാമ്മ. മനസ്സിനൊരു ധൈര്യമൊക്കെ വേണ്ടേ? ജീവിതമാകുമ്പോൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വന്നു പോവും. അതൊക്കെ ഡീൽ ചെയ്യണ്ടേ നമ്മള്? ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന മാമൻ തന്നെ ഇങ്ങനെ തുടങ്ങിയല്ലേ.
ഇവിടെ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ എളുപ്പമാണ്, സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ പഠിക്കുകയുള്ളൂ. ആ അച്ഛൻ വന്നു വേണ്ട. ഏയ് നീ ഇവിടെ നിൽക്കണടാ, ഫോൺ എടുത്ത് അവിടെ വെച്ചിട്ട് ഇവിടെ വന്നാ നീ ചെന്ന് കാരക്കോട് ആ ഗൗരി എന്നെ മഷിയാക്കും. ചെന്തിരിച്ചാ വിഷമിച്ചിരിക്കുന്നവരടുത്താണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണേ. എന്തൊരു വിഷമം, മനുഷ്യൻ ടെൻഷൻ അടി ചത്ത് എവിടെ പോയെന്ന് അറിഞ്ഞൂടല്ലേ. ഡേയ് നിനക്ക് എന്ത് പ്രശ്നം? അച്ഛാ കുട്ടുവമ്മോ, ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിടിക്കാൻ പോണില്ല എന്തായാലും, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കുട്ടുമാനെ കുറേ ആയിട്ട് ശ്രദ്ധിക്കണം. നമുക്കേ കുട്ടുമാമനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുവന്ന് കൺസൾട്ട് ചെയ്യും. ഇത് വിഷാദ രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണമാണ്. ഐ മീൻ ഡിപ്രഷൻ. തന്നച്ചാ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാനസിക സംഘർഷം. പേടിക്കണ്ടെന്ന് പറയടാ മാമ. പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും പറഞ്ഞാണ്. ആ പാചകത്തിന് വേണ്ടില്ലേ മാമ? ഈ അവസ്ഥ വാസ്തവത്തിലൊരു രോഗാവസ്ഥയാണ്. ഉറക്കം, വ്യക്തിത്വം, തൊഴിൽ, ഭക്ഷണ രീതി, കുടുംബം, ലൈംഗിക ജീവിതം. ഞാൻ ഈ പറഞ്ഞതിനെയൊക്കെ വലിയതായിട്ട് ബാധിക്കുമ്പോഴാണ് ദുഃഖം വിഷാദ രോഗമായി മാറുന്നത്. അതുപോലെ തന്നെ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം, പിന്നെ ദുരന്തങ്ങൾ, ഈ ബാല്യകാലത്തെ തിക്താനുഭവങ്ങൾ, ചൂഷണത്തിനിരയായവർ, സ്ത്രീകളിൽ പ്രസവാനന്തരം. ഫാക്ട്. ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. മാമ, ഞാൻ ഈ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെയാണ് മനുഷ്യനെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത്. ഞാൻ ഈ പാറമടയെ ചാടി ചാവും കേട്ടാ മാമ. തന്റെ മക്കളും കൂടെ കുറെ നാളുകൊണ്ട് എന്നെ മാനസിക രോഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറ്റ്സ് എ ഫാക്ട്. കുട്ടുമാമ, ഞാനിത് മാമന്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. കേശു നീ പോ. ഇല്ല നീ പോ പോ. ഓ ശ്രീകുട്ട, എന്നോട് പറ, എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്നെ അലട്ടുന്ന സമസ്യ? എൻ്റെ അടുത്ത് പറയടാ. അളിയ, ഞാൻ അളിയൻ്റെ അടുത്ത് പറയാം. പക്ഷെ ആരടുത്തും പറയല്ലേ. ഞാൻ ആരടുത്തും പറയൂടാ. ഞാൻ ഫോൺ എടുത്ത് കളയണോ അതോ? വേണ്ട, ഞാൻ ഓഫ് ചെയ്തു. കടയില്ല. അളിയ, ഞാനിന്ന് വെളുപ്പാങ്കാലത്തെ ഒരു സ്വപ്നം കണ്ട്. ഫലിക്കും. ഒരു ഭയങ്കര മല, അവിടെ ഒരു മരത്തണലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. വിജനമാണ് ചുറ്റും. ആരെയും കാണാതായപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞ്. സ്വപ്നത്തിൽ എനിക്കൊരു 6-7 വയസ്സ് കാണും കേട്ടോ അളിയാ. ഇരുന്നിരുന്ന് കരഞ്ഞപ്പോൾ ഉണ്ട് അങ്ങ് താഴെ കൂടെ അച്ഛനും അമ്മയും നടന്നു പോണു. ഭാഗ്യം, ഒറ്റയ്ക്കല്ലല്ല. ഞാൻ വിളിച്ചു, അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ അവരെന്നെ കണ്ടേ. ഞാനത് അവരെ പുറകെ കൂടെ ഇങ്ങനെ ഓടയാണ്. ആ വഴി കൂടെ ഇങ്ങനെ ഓടിയപ്പോൾ അവർ തിരിഞ്ഞു നോക്കി എന്നെ കൈ കാണിച്ച്. ഞാൻ ഓടുമ്പോൾ അവർ എന്നെ നോക്കി ഇങ്ങനെ നടന്നു പോണള്ളിയാ. ഞാൻ അടുത്തെത്തിയപ്പോഴേ പൊങ്ങിപ്പോയല്ലേ. ചാടി പിടിക്കാൻ പറ്റില്ല. മുമ്പേ ചാടി പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ കൈ കാണിച്ചളയാ. എന്തിനാ സ്വപ്നോടെ? അതാണല്ലേ ഞാനിങ്ങനെ ആലോചിക്കണേ. പെട്ടെന്നേ ഞാൻ ആകെ വിഷമത്തിലാണല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമൊക്കെ ആയിട്ട് ഞാൻ അവരെയൊക്കെ ഒഴിവാക്കുകയാണ്. അവരെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലേ. പിന്നെ ഇവിടെ നിന്നാലേ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും പറ്റുള്ളൂ.
ഇങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ഗൗരിയും ജീവിതത്തിലേക്ക് വന്ന് അച്ഛനമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണം. അവരെ അച്ഛനും ഞാൻ ചെയ്യണത് ശരിയാണോ തെറ്റാണോ? പിന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അളിയ. പോണോ വേണ്ടേ? അളിയ ശ്രീകുട്ടാ, ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇപ്പോൾ നമ്മൾ എത്ര ആലോചിച്ചാലും പിടി കിട്ടൂല. നീ വാ. പിന്നെ ഇക്കാര്യം വേറെ ആരടുത്തും പറയരുത്. അളിയൻ മാത്രം അറിഞ്ഞാൽ മതി. പലരും പല രീതിയിലും ചോദിക്കും. മനസ്സ് തുറക്കരുത്. വാ നടാ, ഞാൻ ഇരിക്കല്ലേ, കരയാടാ. വാ. ഇത് മോഹമല്ലാണ്ടിരിക്കണേ വല്ലാത്തൊരു വിഷമടി. എന്ത് വിഷമം? എന്തോ ഒരു വല്ലാത്തൊരു വിഷമം. അടുത്താളം തുടങ്ങിയ എന്താ പകർച്ചയാതെ ഈ വിഷമം? അതല്ലേടി, നമ്മളെ ശ്രീകുട്ടന് എന്തോ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. അത്ര വലുതല്ലെങ്കിലും തീരെ ചെറുതല്ല. അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല. ഇപ്പൊ നിങ്ങളടുത്ത കാര്യം എന്താന്ന് പറഞ്ഞ? മണിക്കൂറുകൾക്ക് മുന്നേ പറഞ്ഞു. എന്താണ് കാര്യം? പറയൂല. പറയണ്ട. അതിവിടെ നമ്മളെ കേശുവേ ഈ വിഷാദ രോഗത്തെപ്പറ്റി വിവരണം നൽകിയപ്പോൾ മാനസികമായ കാരണങ്ങളും ശാരീരികമായ കാര്യങ്ങളെപ്പറ്റി അവൻ പറഞ്ഞു. ഇനി സത്യം പറയാതെ കേട്ടപ്പോലും വല്ല എന്തോ അല്ലായിരുന്നു. അവന് പിന്നെ ഇത്രയും പ്രായമായില്ലേ, 19 വയസ്സായി. അവൻ എല്ലാത്തിനെ കുറിച്ച് നല്ല വിവരവും ബോധവും ഒക്കെ ഉണ്ട്. എല്ലാം അറിയല്ലേ അവന്. പിന്നല്ലാണ്ട് എന്താ എനിക്കിപ്പോൾ അങ്ങനെ അല്ല തോന്നണേ. എനിക്ക് പണ്ട് ഇത് കുട്ടി നിക്കറി വിട്ട് അച്ചാന്ന് വിളിച്ചോണ്ട് വരൂലേ, എനിക്കതാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. ഇപ്പോഴും അച്ചാച്ചാന്നല്ലേ വിളിക്കണേ, അളിയാളിയാന്നല്ലല്ലോ അവൻ വിളിക്കണേ. അച്ഛാ അളിയാന്ന് വിളിക്കടാ. എന്താ ശ്രീ എല്ലാ കാര്യവും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞെന്നറിഞ്ഞു. പറയും, ഇനിയും പറയും. കാരണം നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്. ഭാര്യയായ ഗൗരിയേക്കാളും സഹോദരിയായ നീരുവിനേക്കാളും അടുപ്പം എൻ്റെ അടുത്താണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയും. കാരണം നമ്മൾ അത്രയ്ക്ക് ആത്മബന്ധമാണ്. അല്ല, ഈ കാര്യം ചോദിച്ചുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഇത്രയ്ക്ക് ജാടയാണെ നമുക്ക് ഈ കാര്യം അറിയണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. ഉണ്ടോ ഗൗരി? അത് തന്നെ, നമുക്ക് അറിയണമെന്നൊന്നുമില്ല അല്ലേ കേശു? അത് തന്നെ നമുക്കറിയണ്ട. പോട്ടോ പിന്നെ. ഓ ചെല്ലേ അളിയ എന്താ അളിയ എന്തോന്നാണ് എന്ത് എന്തിനാ? സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യോ? വാ വാടാ, 5-10 തരാം. വാ. എന്താണ് ഇതെന്തര്? ഈ തല അവിടെ കിടന്ന് എന്തിനാ കാണിക്കണത്? ഉറുമ്പ്. ഉറുമ്പ് എന്റെ പൊന്ന്. നീ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നീ എന്നെ കുടുംബത്തിനെ മറന്ന് അങ്ങ് പടവലത്ത് പോ. അളിയ എനിക്ക് എല്ലാവരും വേണം, അതാണ് എൻ്റെ വിഷമം. നമ്മളെപ്പോഴും കാണുമെന്ന് ഇനി പേടിക്കണ്ട. അതാ നീലും ഇതിലൊക്കെ പറഞ്ഞു. നിങ്ങളെന്തിനും ഇവിടെ നിൽക്കണത്? എന്തേടേ എല്ലാം കൂടെ ചുറ്റും കൂടി എന്ത്? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങക്ക് കാര്യങ്ങൾ സംസാരിക്കണ്ടെങ്കിൽ വീടിന് പുറത്തുപോയി സംസാരിക്കും. അത് തന്നെ, ഞങ്ങളുടെ ഇടയിൽ കിടന്ന രഹസ്യ ചർച്ചയൊന്നും വേണ്ട. ആളെ നമുക്ക് അപ്പാറമ്പടയിൽ അങ്ങോട്ട് പോകാം. അത് തന്നെ, അതാ നല്ലത്. അപ്പൊ നമുക്ക് വീടിനകത്തിട്ട് കുറ്റിയിടാം. അത് തന്നെ, ഇനി അതേ ഉള്ളൂ മാർഗം. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഒരു കാര്യം, എൻ്റെ ഒരു കാര്യം ഞാൻ ശ്രീയായിട്ട് ചർച്ച ചെയ്യൂല. എന്താ പോണില്ലേ? ശ്രീകുട്ടാ, നീ ഉള്ളത് പറ. അല്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നും. നീക്ക് പറ. നമുക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പറഞ്ഞ എല്ലാവർക്കും വിഷമാവില്ലേ? വിഷമിക്കണേ വിഷമിക്കിട്ട് ചുമ്മാ ഇങ്ങനെ തത്തിക്കത്തിക്ക് ചോദിച്ചുകൊണ്ടിരുന്ന അവരെ ഇരി ചേരാൻ തറിഞ്ഞില്ല. എന്നാണെങ്കിൽ അളിയൻ തന്നെ അത് പറയാം. എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ അങ്ങനെ പറയാൻ പറ നീലോ ഗൗരി. എനിക്കാണെങ്കിൽ അളിയനെയും ചേച്ചിയും പിള്ളേരൊന്നും വിട്ടു നിൽക്കാനും വയ്യ. അങ്ങ് പടവലത്തോട്ടും പോകണം. ഇങ്ങനെ പോകണോ വേണ്ടേ? പോട്ടാ, ഇതാണ് നിൽക്കട്ടെ.
അല്ല നിങ്ങൾ പറ, എന്താണ് ആരും ഒന്നും മിണ്ടാതെ? ആർക്കൊന്നും പറയാൻ പറ്റില്ല കുട്ടുവാമ. ഇതിന് തീരുമാനം എടുക്കേണ്ട കുട്ടുവാമ.